മകളെ, ജെറുസലേം പ്രയർ ലൈനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഈശോയുടെ കരങ്ങൾക്ക് സമർപ്പണം ചെയ്യുകയാണ്. വിവിധങ്ങളായ നിയോഗങ്ങളും ഹൃദയത്തിൽ ഏന്തിക്കൊണ്ട് ഇപ്പോൾ ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ വന്നുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും പരിശുദ്ധ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കുകയാണ്. പലവിധ രോഗങ്ങളും പലവിധ സങ്കടങ്ങളും പലവിധ പ്രയാസങ്ങളുള്ള ഓരോരുത്തരെയും യേശുവിൻ്റെ കരങ്ങൾക്ക് സമർപ്പിക്കുന്നു. കർത്താവ് തരുന്ന വചനം ഏശയ്യായുടെ പുസ്തകം 55-ാം അധ്യായം 11-ാം വാക്യം. എൻ്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങയുടെ അങ്ങനെ തന്നെ ഫലരഹിതമായി അത് തിരിച്ചു വരികയില്ല. എൻ്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ ഫലരഹിതമായി അത് തിരിച്ചു വരികയില്ല. എൻ്റെ ഉദ്ദേശം അത് നിറവേറ്റും. മകളെ, ഓരോ വചനവും ഫലശൂന്യമാവുകയില്ല എന്ന് വചനം പഠിപ്പിക്കുകയാണ്. ഓരോ വചനവും ദൈവനിയോഗം നിറവേറ്റും. എന്ത് നിയോഗം വെച്ച് ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുവോ, കുടുംബസമാധാനമായിരിക്കാം, രോഗസൗഖ്യമായിരിക്കാം, പഠന വിജയമായിരിക്കാം, ചില ആത്മീയമായ വളർച്ചയായിരിക്കാം, എന്ത് നിയോഗമായിക്കൊള്ളട്ടെ അത് നിറവേറ്റുമെന്ന് വചനം നമുക്ക് ഉറപ്പു തരികയാണ്. നമ്മുടെ ഓരോ ത്യാഗത്തിനും സുവിശേഷ വേലയ്ക്കും പ്രതിഫലം നൽകുന്നവനാണ് കർത്താവ്. കൈയും കാലുമില്ലാതെ ജനിച്ച് കൈയും കാലുമുള്ളവരെ ഞെട്ടിപ്പിക്കുന്ന സാക്ഷികളാക്കുന്നത് ആരാണ്? ഒന്നുമില്ലാതെ വിജയം നടത്തിയവർ പിന്നീട് വിജയത്തിൻ്റെ വർണ്ണങ്ങൾ വാരി വിതറാൻ സഹായിച്ചത് ആരാണ്? ഫലം നൽകുന്ന കർത്താവാണ്. കണ്ണുനീരോടെ വിതച്ച് ആനന്ദത്തോടെ കൊയ്യുവാൻ അനുഗ്രഹം നൽകിയത് ആരാണ്? ഫലം തരുന്ന കർത്താവാണ്. വൈകല്യങ്ങളെ ആയുധമാക്കി വിജയമാക്കി തീക്ഷ്ണതയോടെ ജീവിക്കുവാൻ ശക്തി പകരുന്നത് ആരാണ്? വചനമാകുന്ന യേശുവാണ്. അവഹേളിക്കപ്പെടുമ്പോഴും അവഗണിക്കപ്പെടുമ്പോഴും വെല്ലുവിളികൾ ഏറ്റെടുത്ത് സ്വപ്രയത്നത്തിലൂടെ ബഹുമാനിതരായവർക്ക് കർത്താവാണ് പ്രതിഫലം നൽകുന്നത്. കർത്താവിൻ്റെ വചനമാണ് ഫലം തരുന്നത്. ഫലരഹിതമായത് തിരിച്ചു വരികയില്ല. പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള പ്രയാസങ്ങൾ, സംസാര ശക്തിയില്ലാത്ത മക്കൾ, അസ്ഥി രോഗമുള്ളവർ, ഗർഭിണികളായവരുടെ സങ്കടങ്ങൾ, ഏതേത് നിയോഗങ്ങളുമായിട്ടാണോ ഇപ്പോൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നത്, ആ പ്രാർത്ഥന സഫലമണിയുമെന്ന് വചനം നമുക്ക് ഉറപ്പു തരികയാണ്. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിമളവും നാം എല്ലാവരോടും ഈ പ്രാർത്ഥന ലൈൻ ഷെയർ ചെയ്യുന്നവർക്കും അത് എത്തിച്ചേരുന്നവർക്കും വചനത്തിൻ്റെ അത്ഭുതങ്ങൾ നടക്കുവാൻ ഇടവരുത്തണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.